ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. 2 ദിവസം ലീവൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ആദ്യം വന്നത്. കുറച്ചായിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലേക്കൊക്കെ വന്നിട്ട്. വീടെത്തിയതും കെട്ടും പാണ്ടൊക്കെ ഇറക്കി വെച്ചിട്ട് എല്ലാവരോടും ലേശം കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീടിന് ചുറ്റോറൊന്നും ലാത്തി നടക്കാനായിട്ട് ഇറങ്ങി. പുതിയതായിട്ട് എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെടുമോയെന്നൊന്ന് നോക്കാനായിട്ടാണ്. ചെറിയ രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ആകെ മൊത്തം. വീടിൻ്റെ നേരെ മുന്നിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. സൺലൈറ്റ് മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാൻ ഭംഗി തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണേ. കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട ശേഷം ഞാൻ റൂമിലേക്ക് വന്നു ഒന്ന് ഫ്രഷ് ആവാൻ. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി, ചട്നി, സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിങ്ങനത്തെ അറ്റകുറ്റ പണികളൊക്കെ ചെയ്യാറുള്ളൂ. ബാക്കി കുക്കിങ്ങൊക്കെ അമ്മയാണ്. ഈ സമയം ആനന്ദകരമാക്കാനും എക്സ്ട്രാ എനർജി കിട്ടാനും അമ്മ മുന്തിരിയൊക്കെ മുന്നിൽ എന്നെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പച്ചക്കറികൾ മിക്കതും ഇവിടെ വീട്ടിലും തോട്ടത്തിലൊക്കെ ഉണ്ടാവണതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി ചക്ക വറുത്തതും കൂടി തന്നു. നാട്ടിലെത്തി ഇതൊക്കെ തന്നെയാണ് പരിപാടി. തിന്നുക, സുഖിക്കുക, മടി പിടിച്ചിരിക്കുക. അപ്പോഴേക്ക് ലഞ്ച് ടൈം ആയി. കഴിക്കാനായിട്ട് ചക്ക കൂട്ടാൻ, നെല്ലിക്ക അച്ചാർ, കിളിമീൻ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, പയറുപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പഴുത്തതല്ലെങ്കിലും 3 ചുള ചക്കയും ഞാൻ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകുന്നു ഒന്ന് മയങ്ങാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം റെഡിയായി പുറത്തേക്ക് ഒന്ന് പോകാൻ. വലിയ കാര്യമായിട്ടുള്ള പൊട്ടിടിയൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായി കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് പുറത്തേക്ക് പോകാം. ടാറ്റാ. ഞാനും ഏട്ടനും അച്ഛനും അമ്മയും കൂടെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടുന്ന്. ഡോർ അടയ്ക്കാൻ പറ്റാതെ അമ്മ അവിടെ കുറച്ച് നേരം സ്റ്റക്കായിരുന്നു. പിന്നെ അച്ഛൻ പോയി ഹെൽപ്പ് ചെയ്ത് ശരിയാക്കി. എന്താ നാട്ടിലൊക്കെ ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടും കാറ്റുമൊക്കെ ആയിരുന്നു. നട്ടപ്ര വെയിൽ അമ്മേ. സംഭവം ഞങ്ങൾ നട്ടുവെച്ച നേരത്താണ് പുറപ്പെട്ടത്. ഏകദേശം 2:45 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന വീടിൻ്റെ പണി തുടങ്ങിയിട്ട് 7 വർഷത്തിൽ കൂടുതലായി. ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എപ്പോഴേലും കഴിയുകയാണെങ്കിൽ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻ നടന്നിട്ടുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോയിട്ട് മാത്രമല്ല ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു കലവിലയാണ്. വർത്തമാനം പറയാൻ അങ്ങോട്ട് തുടങ്ങിയാൽ എനിക്കത് നിർത്തുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ക്യാമറയിൽ കാണുമ്പോൾ ചിന്നു ചേച്ചിയുടെ മാതിരി തോന്നുന്നു. അതെന്താ ക്യാമറ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാനും ചിന്നുവേച്ചിയും കൂടെ പുറത്ത് ചെടികളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. എവിടെ നാരങ്ങ? മോരങ്ങ. വീഡിയോ എടുത്ത് തരികയാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഏട്ടനെ കൂടെ കൂട്ടിയതാണേ. കുറേ ചെളിയും തള്ളുമൊക്കെ ഞാനും ചിന്നുവെച്ച് അങ്ങോട്ട് സഹിച്ചു. ഓൺ ദ സ്പോട്ട് എന്തെങ്കിലുമൊക്കെ പറയാനും കിട്ടും ഏട്ടന്. അതിനും വേണമല്ലോ ഒരു കഴിവ്. തള്ളി മറിക്കാൻ ഏട്ടൻ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അമ്മയ്ക്കും ജയചേച്ചിക്കും ഒക്കെ ചെടികളുടെ കളക്ഷൻ തന്നെ ഉണ്ട്. ഗാർഡനിങ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ നാട്ടിലത്തെ പോലെ ലാവിഷായിട്ട് ചെയ്യാനൊന്നും ബാംഗ്ലൂർ പറ്റില്ല. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങോട്ട് ആസ്വദിക്കും. ഞങ്ങൾ ചെടികളൊക്കെ നോക്കാൻ പോയ നേരം കൊണ്ട് ഇവിടെ ചായ പലഹാരങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കടല കണ്ടപ്പോൾ ഞാൻ അത് എടുത്തു കേട്ടോ കുറിക്കാൻ. കുഞ്ഞുമോളും അഖിലും എല്ലാവരെയും ചായ കുടിക്കാൻ വിളിക്കാൻ പോയി. ചിന്നുവെച്ച് ടേബിളൊക്കെ തകൃതിയായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ ജസ്റ്റ് നോക്കി നിന്നു. നല്ല ചൂട് പരിപ്പ് വടയും കള്ളപ്പവും മട്ടൻ വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സും ഹൽവയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പരിപ്പ് വടയാണ്. അത് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. എനിക്ക് പാൽ ഒട്ടും ഇഷ്ടമല്ല. കുടിക്കുകയാണെങ്കിൽ തന്നെ കട്ടനാണ് ഇഷ്ടം. ജയചേച്ചി പുതിയൊരു വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിട്ടുമൊന്നും ഉണ്ടായിരുന്നില്ല. അഖിൽ പറഞ്ഞ് തന്നപ്പോഴാണ് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഒട്ടും അറിയില്ലായിരുന്നു. ഇത് ബീട്രൂട്ട് വൈൻ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് വൈൻ ടേസ്റ്റ് ചെയ്യണത്. സംഭവം നല്ല സൂപ്പറായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് മുന്നേ ഒരു വട്ടം ഇവിടെ വന്നപ്പോൾ ഓറഞ്ച് വൈൻ തന്നിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചായ കൂടിയും വർത്തമാനം പറച്ചിലൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അച്ഛൻ്റെ അനിയൻ ഉണ്ണിയേട്ടൻ മാത്രം ക്ലിനിക്കിലാണ്. ഉണ്ണിയേട്ടൻ ഡോക്ടറാണേ.
ചായ കുടി കഴിഞ്ഞിട്ടും സംസാരം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ കുറച്ച് സംശയങ്ങളൊക്കെ കുഞ്ഞുമോളോട് ചോദിക്കുകയായിരുന്നു. കുഞ്ഞുമോൾ ആയുർവേദ ഡോക്ടറാണേ. നല്ല തകൃതിയായിട്ട് തന്നെ അവരുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരമായപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടനെയും കൂടി കണ്ടിട്ട് പോകാനായിട്ട് ക്ലിനിക്കിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണേ. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അടുത്തത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണേ. ഞാൻ ഇവിടേക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി കേട്ടോ. പിന്നെ വലിയമ്മേനെയും കാണണം എന്നുണ്ടായിരുന്നു. നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുമ്പോഴൊക്കെ എല്ലാവരും കാണലൊക്കെ നടക്കുള്ളൂ. അങ്ങനെ അവിടെയും കുറച്ച് നേരം എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നടന്നു. വീടെത്തിയതും ഞാൻ ഉറക്കം തോന്നാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെയും പിന്നെ ബാക്കി അലച്ചിലൊക്കെ ആയിട്ട് ഞാൻ നല്ല ടയർഡായിരുന്നു കേട്ടോ. ഏട്ടനും അമ്മയും അവിടെ ഗെയിംസൊക്കെ കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ചേരൊക്കെ കളിക്കാൻ കൂടി കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ലാത്തതുകൊണ്ട് ഡിന്നറായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ ആദ്യം ചെയ്തത് പച്ചക്കറിയൊക്കെ പാക്ക് ചെയ്ത് വെക്കലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ളതും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ദോശയായിരുന്നു. അത് ചട്നി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഒപ്പം ഞാൻ പനിക്കൂർക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു കട്ടൻ ചായയും കൂടി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ന്യൂസ് കാണാനായിട്ട് ഇരുന്നു. ഈ TV സ്റ്റാൻഡിൻ്റെ മേലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫോട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ആണ് കേട്ടോ. അച്ഛനും അമ്മയും തോട്ടത്തിലേക്ക് പോയി വന്നപ്പോൾ പേരയ്ക്ക് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ റൂമിലേക്ക് കുളിക്കാനായിട്ട് പോയി. റൂമിൽ ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ കുറച്ച് നേരം അതും വായിച്ചിരുന്നു. അധികം വായിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും വായിച്ചിടത്തോളം എനിക്ക് നന്നായിട്ടാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. ഇതാണ് വീടിൻ്റെ നേരെ മുന്നിലുള്ള അമ്പലം. സമയം ഒരു 11:30 ആയിട്ടുള്ളൂ. നല്ല വെയിലും ചൂടും ഉണ്ട്. കുളിച്ചതൊക്കെ വെറുതെയായി. പോയി വന്നിട്ട് കുളിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. വല്യച്ഛൻ്റെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ. നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. തറവാടും അടുത്ത് തന്നെയാണ്. എൻ്റെ ഓണം വ്ളോഗ്സിൽ തറവാട്ടിൽ പോയപ്പോഴുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് അച്ഛൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ വീടാണേ. വല്യച്ഛൻ്റെ മോളാണ് ചേച്ചി. ചേച്ചി US നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിനെയും കാണാമെന്ന് വിചാരിച്ചു. ചേച്ചി ഏട്ടന് കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ബായ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോന്നു. വല്യച്ഛൻ്റെ അവിടെ വർത്താനം പറഞ്ഞിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊട്ടിക്കേണ്ടി തോന്നുന്നു. കുരുമുളക് ചമ്മന്തി ഉണ്ടാക്കാൻ ഉണങ്ങിയതൊക്കെ ഫുള്ള് കാറ്റാണല്ലോ. അതിന് പിന്നാലെ ഇറന്ന് അടിക്കേണ്ടി വരും. ഞങ്ങൾ ആടിപ്പാടി എത്തിയപ്പോഴത്തേക്ക് അമ്മ ചക്ക റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചും കഴിക്കാനായിട്ടിരുന്നു. ചക്ക കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോൾ അല്ലേ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ചീരക്കറിയും മീൻ വറുത്തതും ഇടിച്ചക്ക ഉപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. ബാക്കിയൊന്ന് ചോറുകൊണ്ട് അമ്മ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊന്ന് എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ റെഡി ആയിട്ട് എല്ലാവരും ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് 1-2 വീട്ടിലും കൂടെ കയറാനും ഉണ്ട്. അതുകൊണ്ട് നട്ടു ഉച്ചയ്ക്ക് എന്നെ പുറപ്പെട്ടു. വരുമ്പോൾ കാലിപ്പെട്ടി ആയിട്ടാണ് വരാറുള്ളതെങ്കിലും തിരിച്ചൊരു ലോഡ് ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ബാംഗ്ലൂർക്ക് പോകാറുള്ളത്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും വരവും തിരിച്ചു പോക്കുമായിട്ടുണ്ടായിരിക്കും. ചാടപടയെന്നാണ് ദിവസം പോവാറ്. ആകെ കിട്ടുന്ന 1-2 ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യുക, എവിടേക്കാണ് പോവുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുറപ്പെട്ടു. ആദ്യം പോണത് അമ്മയുടെ തറവാട്ടിലേക്കാണ്. വല്യമ്മ അവിടെയാണ് ഉള്ളത്. ഇത് ഏട്ടൻ്റെ മൂത്ത ഏട്ടൻ്റെ വീടാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് അമ്മയുടെ അനിയൻ്റെ വീടാണേ. തറവാടും ഇവിടെ തന്നെയാണ്. അമ്മയുടെ ഏട്ടനനിയന്മാരുടെ വീടൊക്കെ അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് പോകാനൊക്കെ സുഖമാണ്. ഇത്തവണ പിന്നെ എല്ലായിടത്തും പോകാനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. വല്യമ്മേനെ കണ്ടിട്ട് കുറച്ച് നാളായതുകൊണ്ട് വന്നതാണേ.
ചുറ്റും ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മുല്ലപ്പൂ കണ്ടത്. ഇതിന് ഞാൻ ചക്കമുല്ല എന്നാണ് കേട്ടോ പറയുക. സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ മുല്ലപ്പൂവും കനകാമ്പരമൊക്കെ ഞാൻ ഇടയ്ക്ക് തലയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വല്യമ്മയുടെ കൂടെ കുറച്ചേരൊക്കെ കൂടിയിട്ട് അച്ഛനെയും അമ്മേനെയും അവിടെ ആക്കിയിട്ട് ഞാനും ഏട്ടനും എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വെയിലടിച്ച് വേർത്ത് ഒലിച്ചപ്പോൾ നാച്ചുറൽ ഗ്ലോ ആണ് കേട്ടോ അത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റി. ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ഓരോ വട്ടം വരുമ്പോഴും കൺഫ്യൂഷനാണ്. എനിവേസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.